അഖിൽ മാരാരെ കുറിച്ച് ഒരുപാട് പറയേണ്ട കാര്യമില്ല. ബിഗ് ബോസ് താരമായിരുന്നു, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതിനു മുമ്പ് സിനിമാ സംവിധായകനായിരുന്നു, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും ഉണ്ടായിരുന്നു. തുടക്കം BJP-യിലാണ്, പിന്നീട് കോൺഗ്രസിനോട് ചായ്വ് പുലർത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, UDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കര മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയതാണ്. പക്ഷേ സീറ്റ് കിട്ടിയില്ല. എന്തുകൊണ്ട്? ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നു, ഐഷ പോറ്റിക്ക് സീറ്റ് നൽകി. അപ്പോഴും അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കുമെന്നും BJP സ്ഥാനാർത്ഥിയാകുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ രശ്മി എന്ന കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് വന്നു, അവർക്ക് BJP സീറ്റ് കൊടുത്തു. അതോടുകൂടി കൊട്ടാരക്കരയിൽ നിന്ന് ഔട്ടായി അഖിൽ മാരാർ. പിന്നീട് തൃപ്പൂണിത്തറ മത്സരിപ്പിക്കും എന്നാണ് BJP പറഞ്ഞത്. തൃപ്പൂണിത്തറ 2020-ക്ക് നൽകി. 2020-യുമായി സഹകരിക്കാൻ അഖിൽ മാരാർ തീരുമാനിച്ചു. എന്നാൽ തൃപ്പൂണിത്തറയും നൽകിയില്ല. മത്സരിച്ചത് തൃക്കാക്കരയിലായിരുന്നു. തൃക്കാക്കര പക്ഷേ തോറ്റുപോയി. തൃക്കാക്കരയിലേക്ക് എന്തിന് തന്നെ കൊണ്ടുവന്നു, തൃപ്പൂണിത്തറയിൽ നിന്ന് എന്തിന് തന്നെ മാറ്റി എന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാബു ജേക്കബിനെതിരെ ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുന്നു. സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ന് വെച്ചാൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കിയത് എന്ന്. വൻ തുക BJP-യിൽ നിന്ന് ഇലക്ഷൻ ഫണ്ടിനത്തിൽ തട്ടിയെടുത്തിട്ടുണ്ട്, കൈപ്പറ്റിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് എൻ്റെ ബൈക്ക് വിറ്റ് എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. ആ പണം പിന്നീട് തിരിച്ചു തന്നു എങ്കിലും 19 സീറ്റിൽ മത്സരിച്ചതിന് വലിയ തുക കൈപ്പറ്റിയിട്ടുണ്ട്. 2020 സാമ്പത്തിക ലാഭം മാത്രമായിരുന്നു, കമ്പനിയെ നിലനിർത്തുക എന്നത് മാത്രമായിരുന്നു സാബു ജേക്കബിൻ്റെ താല്പര്യമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ തേടി ടെക്സ്റ്റൈൽ രംഗത്തു നിന്ന് വലിയ തുക വിവിധ പ്രൊജക്റ്റുകളിലൂടെ നേടിയെടുക്കുക എന്നതാണ് സാബു ജേക്കബിൻ്റെ താല്പര്യമെന്നും അതിനാണ് BJP-യുമായി സഖ്യമുണ്ടാക്കിയത് എന്നും തുറന്നു പറയുന്നു അഖിൽ മാരാർ. സാബു ജേക്കബിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കേൾക്കാം. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2020-യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020-ക്ക് അല്ല, കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരാണ് സാബു ജേക്കബ്, എന്താണ് സാബു ജേക്കബ് എന്ന്, എന്താണ് അദ്ദേഹം 2020-യിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന്. വലിയ വിമർശനം എറണാകുളം പ്രദേശത്ത് പ്രത്യേകിച്ച് സാബു ജേക്കബിന്റെ കമ്പനിയൊക്കെ നിലനിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. അപ്പോഴും ജനങ്ങളെ കയ്യിലെടുക്കാൻ CSR ഫണ്ട് ഉപയോഗിച്ച് ചില പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന തന്ത്രമാണ് അദ്ദേഹം എല്ലാ കാലത്തും പയറ്റിയിരുന്നത്. ഒരു ഗ്രാൻഡ് ഡിസൈൻ അദ്ദേഹം നടപ്പാക്കിയിരുന്നു. അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അത് വിപുലീകരിച്ച് നിയമസഭയിലേക്ക്, അതോടൊപ്പം തന്നെ ലോക്സഭയിലേക്ക് ഒക്കെ മത്സരിച്ച് 2020 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാം, അങ്ങനെ ജയിച്ചവരെ പിറകിൽ നിന്ന് പിൻസീറ്റിൽ നിന്ന് നിയന്ത്രിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം കരുതിയത്. അതിനുവേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് ഡിസൈൻ തന്നെ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. അത് ഇത്തവണ പാളിപ്പോയി. BJP-യുമായി ചേർന്നാണ് നടപ്പാക്കിയത്. 2 ലക്ഷമായിരുന്നു 1-2 സീറ്റിൽ BJP-യുടെ പിന്തുണയോടുകൂടി ജയിച്ചു കയറുക, അതോടൊപ്പം BJP നൽകുന്ന വലിയ തുക സ്വന്തമാക്കുക, അതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന ചില പ്രൊജക്റ്റുകൾ, പദ്ധതികൾ നേടിയെടുക്കുക. ഇതൊക്കെയാണ് 2020-യിലൂടെ ലക്ഷ്യമിട്ടത് സാബു ജേക്കബ്. അതാണ് ഇപ്പോൾ
തുറന്നു പറഞ്ഞിരിക്കുന്നത് അഖിൽ മാരാർ. എന്ന് വെച്ചാൽ കൂടെ കിടന്നവനെ രാപ്പനി അറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കുറച്ചു കാലം സാബു ജേക്കബിനോടൊപ്പം നടന്നു അഖിൽ മാരാർ. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അദ്ദേഹം എല്ലാം വിളിച്ചു പറഞ്ഞു. അതിനുശേഷം 2020 വിട്ട് പുറത്തുപോയി. ഇനി ഏതാണ് രാഷ്ട്രീയ പാർട്ടി അഖിൽ മാരാറുടെ എന്ന ചോദ്യത്തിന് അഖിൽ മാരാർ കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല. BJP-യിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹം തിരിച്ചു പോകുക എന്ന സൂചനകൾ ഇതിനകം വന്നിട്ടുണ്ട്.